നമസ്കാര സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. യാത്ര പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ ഞങ്ങളുടെ കൂടെ വാ. ഞങ്ങൾ തന്നെയല്ല പോകുന്നത്, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അച്ഛനും അമ്മാമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചാ പോകുന്നു. നമ്മുടെ വാഗമണ്ണല്ലേ അങ്ങേ സൈഡ് എന്ന് പറയുന്നത്. അങ്ങേ സൈഡ് വാഗമണ് വരുമോ? പൈനാപ്പിൾ നല്ല പൈനാപ്പിളാ നിർത്തിയിട്ട് കണ്ടോ. അങ്ങനെ ഞങ്ങള് മുറിഞ്ഞ പുഴ ബ്രെഡ് ഇതിനകത്ത് ജാം പരത്തി ചെയ്യുന്നല്ലേ? ഓക്കെ. കണ്ടോ, ഞങ്ങളെ ചായ കുടിക്കുക. ഞാനൊരു പഴംപൊരി എടുത്തിട്ടുണ്ട്, ബ്രെഡ് പൊരിപ്പ്. കണ്ടോ, വിത്തോട്ട് കാപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, നേരത്തിട്ടൊക്കെ ഉണങ്ങിക്കോണേ, വണ്ടിക്കകത്തിലിടാനേ. മഴയാ. കുട്ടിക്കാനത്ത് നിന്നും കുമളിക്ക് പോകുന്ന റൂട്ടിൽ പരുന്തുംപാറയ്ക്കാണ് നമുക്ക് പോകേണ്ടത്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ പരുന്തുംപാറയ്ക്കുള്ള റോഡിലേക്ക് കയറി. നല്ല രസമാണ് കേട്ടോ. കണ്ടോ, ഇവിടെ പാസ് ഉണ്ട് കേട്ടോ. എത്ര മണിക്ക് വരെ തിരിച്ചു വരണമെന്നുള്ളതുണ്ടോ? ഒന്നുമില്ല. കണ്ടോ, കോട കണ്ടോ, അടിപൊളി കേട്ടോ. പരുന്തുംപാറ കണ്ടോ, കാണത്ത് പോലും ഇല്ല. നമ്മള് പരുന്തുംപാറ എത്തി. കണ്ടോ, എന്തോ രസമാണെന്നറിയോ, കോട കയറുന്നു. പെട്ടെന്ന് കണ്ടോ കോട കയറുന്നു. നമ്മളിനിയിപ്പൊ അങ്ങോട്ട് നടന്നു പോവുകയാണേ. അങ്ങോട്ട് നോക്കേ. ഈ സത്യം അറിയാലോ, എനിക്ക് ഇവിടുത്തെ ഭംഗിയൊന്നും എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. എന്തോരെ ആൾക്കാരെ പോകുന്നേന്ന് നോക്കേ. നമുക്ക് അങ്ങോട്ട് പോകാം. കണ്ടോ, അയ്യോ എന്ത് രസമാന്ന് നോക്കേ. കണ്ടോ, കോട കയറി വരുന്നു, നല്ല തണുപ്പും ഉണ്ട്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല കേട്ടോ. ഈ ചുറ്റിനും മലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം, നമുക്ക് ഏത് സൈഡിലേക്ക് വേണേലും പോകാം. ഭയങ്കര രസമാണ് ചെന്ന് കാണാൻ. കോട വന്ന് മൂടി. താഴെ 2 വെള്ളച്ചാട്ടം ഉണ്ടെന്നും പറഞ്ഞേ ഇതിന്റെ സൈഡിൽ വന്നതാണേ വീഡിയോ എടുക്കാനേ. ഒത്തിരി ആഴത്തിലാണേ ഇത്. ഇങ്ങനെ കാല് വരുക്കുന്നു അങ്ങോട്ടൊക്കെ നോക്കിയിട്ട്. ഞാനേ അങ്ങ് താഴോട്ട് ഇറങ്ങുമോ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോഴേ ഇവിടെ എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. കോട കയറിക്കൊണ്ടിരിക്കുവോ. താഴോട്ട് ഭയങ്കര കുഴിയാണ്. കോട ഇങ്ങനെ
വന്നുകൊണ്ടിരിക്കുന്നോണ്ടില്ലേ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ മാറി നടക്കാൻ നമുക്ക്. അത്യാവശ്യം നല്ല എന്താ കുന്നുകളാ. എവിടുന്നൊക്കെ ഉരുണ്ടു പോയാൽ അങ്ങ് പോവേ. എന്താ അവിടെ എവിടെയോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റത്തില്ല. കണ്ടോ, മഞ്ഞ് മൂടിയിട്ടേ. ഉണ്ടോ അങ്ങ് താഴെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ, ഇത് എത്രയോ അടി ഉയരത്തിലാണെന്നറിയോ നമ്മൾ നിന്ന് വീഡിയോ എടുക്കുന്നു. വെള്ളത്തിന്റെ സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷെ കോട കാരണം വെള്ളം കാണാൻ പറ്റത്തില്ല. പിള്ളേരൊക്കെ വന്നിരിക്കുന്നുണ്ടോ, നമുക്ക് കണ്ടിട്ട് ദേഹം പെരുക്കുക. എന്തോ അടി ഉയരത്തിലാണെന്നറിയോ. അടിപൊളി കാഴ്ച എന്തുവാണേലും കേട്ടോ. കോട കാണുമോ എന്നൊക്കെ ഉള്ള ഇതിലാണേ വന്നതേ, പക്ഷെ വന്നപ്പോ കോട കാരണമില്ലേ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലത്തെ കോട. നല്ല രസമാ, നല്ല തണുപ്പ്, നല്ല കുളിർമ. അടിപൊളിയാ അടിപൊളിയാ. എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അക്കരെ എവിടെയോ പാട്ട് കേൾക്കുന്നുണ്ടേ, പക്ഷെ എവിടാന്ന് നമുക്ക് ഈ കോട കാരണം കാണാൻ പറ്റത്തില്ല. സൗണ്ട് കേൾക്കാം. കേട്ടോ, പാറയിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, തെന്നാതെ വേണം പോകാൻ. ഇതുകൊണ്ട് ഇവിടെ ചാണകമൊക്കെ കിടപ്പുണ്ട് കേട്ടോ, പച്ചക്കറിക്കൊക്കെ ഇടാൻ പറ്റിയ വളവ്. പിന്നെ ഇത് കണ്ടോ, പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇത്രയും മനോഹരമായ സ്ഥലത്തെ അതും കൂടെ ഒക്കെ ഒഴിവാക്കിയാൽ അടിപൊളിയാ കേട്ടോ. കഴിവതും അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണേ. എന്ത് രസം, എന്തോ ഒരു ജനം വന്നു പോകുന്നതെന്നറിയാമോ. ആകാശവും ഭൂമിയും എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഇപ്പം ഇത്തിരി പച്ചപ്പൊഴിച്ചാൽ ബാക്കിയെല്ലാം കണ്ടോ, കൊള്ളാം, അടിപൊളി. ആൾക്കാരെ പോലും ശരിക്ക് കാണാൻ പറ്റത്തില്ലാത്തതുപോലെ മഞ്ഞാ കണ്ടോ. കോട തെളിഞ്ഞു വരുന്നുണ്ടേ. കണ്ടോ, അക്കരെ വണ്ടികൾ ലൈറ്റൊക്കെ ഇട്ടട്ടെ. വണ്ടിക്കകത്തിലായിരുന്നു പാട്ട് കേട്ടോണ്ടിരുന്ന ഇത്രയും നേരം. കണ്ടോ, ഇപ്പൊ കോടയൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. കോട മാറിയപ്പോഴത്തെ കാഴ്ചയൊന്ന് കാണിക്കാവേ. മറ്റേ ഇവിടെ ഒന്നും കാണത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴേ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ. ഇത്രയും നേരം കോട മൂടിക്കിടന്നത് കണ്ടോ. നല്ല തണുപ്പും ചൂടും ഇല്ല. ഈ സമയത്തൊക്കെ വരണം. പെട്ടെന്ന് നന്നാക്കിയ ഇവിടെ എല്ലാം ക്ലീൻ ആയിട്ട്. എല്ലാവർക്കും ഇവിടെ ഒന്നും വലിയതായിട്ടൊന്നും കാണാനൊന്നുമില്ല, പക്ഷെ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതി ഭംഗി ഇഷ്ടമുള്ള എത്രയോ പേരല്ലേ. കണ്ടോ, പിന്നെയും കോട കയറുന്നുണ്ട് വീണ്ടും. കണ്ടോ, പിന്നെയും മൂടാൻ തുടങ്ങി. കണ്ടോ, കോട വന്നു മൂടി. ഇവിടെ ആണെങ്കിൽ ഒന്നും കാണാനില്ല. അത് കാണാനാണ് ഇവിടെ ആൾക്കാർ കൂടുന്നത്. കോട മൂടുന്നു, കോട മാറുന്നു. കണ്ടോ, വീണ്ടും കോട കയറുന്നു ഇറങ്ങുന്നു. ഒത്തിരി കടകളൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് വേറെ വഴിക്ക് നമ്മളിപ്പോ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളാട്ടോ, കുന്നുകളാ. വാ നമുക്ക് അങ്ങോട്ട് പോകാം. കണ്ടോ, ഇരിക്കാനൊക്കെ നല്ല രസമാണ് ഇവിടെ. കണ്ടോ, അടിപൊളിയാട്ടോ. നമ്മൾ അങ്ങേ കുന്നേന്ന് ഇങ്ങേ കുന്നേ വന്നു. അപ്പം ഇവിടെ വന്നപ്പോ അങ്ങേ കുന്നിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെയും കോട കയറി. കണ്ടോ, മുന്നിലോട്ട് എന്തുവാന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കണ്ടോ, റോഡൊന്നും കാണാൻ പറ്റത്തില്ല. അടിപൊളിയല്ലേ. കണ്ടോ, ബസ്സാ വന്നത്. കണ്ടോ, ഉല്ലാസയാത്ര. എനിക്കാണെങ്കിലേ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാന്. കണ്ടോ, പക്ഷെ ഇവിടെ വന്ന് ഇരുന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല രസമാണ്. ഇവിടെ വേസ്റ്റ് ഇടാനൊക്കെ അങ്ങനെയുള്ള വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ. അവിടെയൊക്കെ കൊണ്ടിട്ടാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതുപോലെ സൂക്ഷിച്ച് ഓരോരുത്തരും അങ്ങനൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. വീണ്ടും കോട വന്ന് മൂടി. വണ്ടികളൊക്കെ ഫോഗ് ലാമ്പൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. വെയിലില്ലാതെ
നല്ല തണുത്ത കാലാവസ്ഥയിലേ ഇങ്ങനെ വെറുതെ നടക്കാനും ഒരു രസമല്ലേ. അതിനു വേണ്ടിയാണ് എല്ലാരും ആൾക്കാര് ഈ ഭംഗി കാണാൻ വേണ്ടിയാണ് എല്ലാരും വരുന്നത്. കണ്ടോ കണ്ടോ, റോഡൊന്നും കാണത്തില്ല. ഞങ്ങളിനി പോവുകയാണേ. ഇവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനില്ല. അതാണ് പരുന്തുംപാറയുടെ പ്രത്യേകത. പക്ഷെ എന്തോരം ജനം വന്നു നോക്കി. നല്ല വൈബാണ്. ചൂടില്ല. ഈ സമയത്ത് വരണം. ഒരു 4:30 ആകുമ്പോഴത്തേക്കിനും. 4 മണി മുതൽ കുഴപ്പമില്ല. ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഭയങ്കര വെയിലായിരിക്കും. എന്താണെങ്കിലും നമ്മുടെ യാത്ര നഷ്ടമല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഞങ്ങളിത് പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാ. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷെ രാവിലെ ഞങ്ങളിങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയാണ് ഇത് കേട്ടോ. പക്ഷെ യാത്ര നഷ്ടമല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെയാണ് അച്ചായൻ്റെ അമ്മാമ്മയുടെ ഒക്കെ അഭിപ്രായം നമ്മുടെ യാത്രയെക്കുറിച്ച്. സൂപ്പറായിരുന്നു. ജോർച്ചാൻ്റെ അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. തുടർന്നും ഇനി ഇങ്ങനെയുള്ള അനേക യാത്രകൾ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ഓക്കെ, താങ്ക്സ്. വരണ്ടതാ, കാണണ്ടതാ. കണ്ടോ 6 മണിയായി, എന്നിട്ടും കണ്ടോ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നുള്ളൂ. തിരക്കാണ്. ഞങ്ങള് 1:30 ആയപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഊണൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഇറങ്ങിയതാ. അതുമല്ല ഇവിടെയൊന്നും അങ്ങനെ അധികം പൈസ മുടക്കൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടെ മിക്കവാറും പാസ്സാവും. സമയമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത്രയും സമയം ഇഷ്ടമുള്ളപ്പോ വരാം. എന്ത് രസമാണ് സൂര്യപ്രകാശമായി. തിരിച്ച് നമ്മളങ്ങനെ കുട്ടിക്കാനത്തോടെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ചിങ്ങോട്ട് വന്ന കുട്ടിക്കാനം ഇങ്ങോട്ട് കഴിഞ്ഞും ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടോ നല്ല സൂര്യപ്രകാശം. ഇത് മുഴുവൻ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കതൊട്ടും കളയാൻ തോന്നിയില്ല. അതുകൊണ്ടാണേ. അടിപൊളിയല്ലേ, അടിപൊളി സീനറി. കുട്ടിക്കാനം ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ പിന്നെ നിർത്തി ഒരു ചായയൊക്കെ കഴിച്ചിട്ടാണ് വന്നേ. ഞാനൊരു പഴംപൊരി കഴിച്ചിട്ട് ഗുഡ് നൈറ്റ്. അല്ല, യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.